ഏതായാലും അദ്ദേഹത്തിന്റെ സംശയം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നജസായി ചിലത് കാണുന്നു. എന്നാൽ എന്തെല്ലാം മനിയല്ല അഥവാ ഇന്ദ്രിയമല്ല, എന്നാൽ കുളിക്കണോ? കുളിക്കണ്ട. ഏതായാലും ഇവിടെ ഒരു കാര്യം കുളിക്കേണ്ട ആവശ്യം, മനിയല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കുളിക്കണ്ട, അത് നജസായിരിക്കും, കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാണ്. ഇവിടെ സാന്ദർഭികമായി ഒരു കാര്യം, എന്റെ ഗൾഫുകാരായ ശ്രോതാക്കളിൽ നിന്ന് എന്നോട് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നൊരു ചോദ്യമാണ് ഇച്ചോദ്യം. കാരണം പലവരും വിളിക്കുമ്പോൾ ഉസ്താദെ ഭാര്യയോട് സംസാരിക്കുമ്പോ, ഞാൻ എന്റെ ഗൾഫുകാർക്ക് വേണ്ടി അതൊന്ന് വിശദീകരിക്കുക, ഭാര്യയോട് സംസാരിക്കുമ്പോ ഇങ്ങനെ ഒരു ഇത് വരും, അപ്പൊ കുളിക്കണോ, അത് കഴുകിയാൽ മതിയോ എന്ന് പലവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ അവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വികാരം, ശരീരത്തിന് വികാരം വരുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു മദജലം പുറപ്പെടും. അതിനെന്താ പറയാ? മദിയ് എന്നാണ് പറയാ. വദിയ് വേറെ, മനിയ് വേറെ, മദിയ് വേറെ. മദിയ് എന്ന് പറഞ്ഞാൽ മദജലം. വികാരം ഉണ്ടാവുന്ന സമയത്ത് മനിയിന്റെ മുന്നോടിയായി വരുന്ന പ്രത്യേകമായ ദ്രാവകം, ഇത് പുറപ്പെട്ടാൽ കുളി നിർബന്ധം ഇല്ല. അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയിട്ടുണ്ടെങ്കിൽ കഴുകൽ നിർബന്ധമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും സാധാരണക്കാരെ പ്രത്യേകിച്ചും അതറിയിക്കുന്നു. ഇനി അവിടെ തന്നെ സാന്ദർഭികമായി ഒരു മസ്അല കൂടി പറയുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ വസ്ത്രത്തിലൊരു നനവ് കണ്ട്, എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കി വെച്ചോളി, നമ്മൾ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോ ഒരു നനവ് വസ്ത്രത്തിൽ കാണാണ്ട്. പക്ഷെ അത് മനിയാണോ മദിയാണോ എന്ന് സംശയം. ഇങ്ങനെ നോക്കുമ്പോ ഇന്ദ്രിയമാവാനും സാധ്യതയുണ്ട്, മദജലമാവാനും സാധ്യതയുണ്ട്, രണ്ടിനും സാധ്യതയുണ്ട്. നല്ല ശ്രദ്ധിക്കണം. അവിടെ ഓനിങ്ങനെ ഏകദേശം രണ്ടിനും സാധ്യതയുണ്ട്. പക്ഷെ ഓനിങ്ങനെ ഏകദേശം അത് മനിയല്ല. മനിയാണെങ്കിൽ അതിന്റെ അടയാളങ്ങളൊന്നും കാണാനില്ലല്ലോ. മനിയിന് ചില അടയാളങ്ങളുണ്ടല്ലോ, അതൊന്നും കാണാനില്ല. ഓൻ എന്തു തീരുമാനത്തിലെത്തി? അത് മതിയായിരിക്കും എന്ന തീരുമാനത്തിലെത്തി എങ്കിൽ അത് കഴുകലും അത് വൃത്തിയാക്കലും നിർബന്ധം, കുളിക്കൽ നിർബന്ധമല്ല. പക്ഷെ അവന്റെ നിഗമനം എങ്ങോട്ടാണ് അവൻ എത്തിച്ചത്? അത് മനിയാണെന്നോ വെച്ച് എങ്കിൽ അവനിക്ക് കുളിക്കൽ നിർബന്ധമാണ്. അന്നുകൂടി ഞാൻ ആ മസ്അല പറയുന്നു. ഒരാളുടെ വസ്ത്രത്തിൽ കണ്ടത് മനിയാണോ മദിയാണോ എന്ന് സംശയം വന്നാൽ അവന്റെ ഇഷ്ടം പോലെ ചെയ്യണം. ഓ മനിയാണെന്നാണോ ഓ തീരുമാനത്തിലെത്തുന്നത് എങ്കിലും കുളിക്കൽ നിർബന്ധമാണ്. നേരെ മറിച്ച് മദിയാണ് എന്നാണോ തീരുമാനിക്കുന്നത് അത് കഴുകലേ നിർബന്ധമുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ മസ്അല എന്താണ്? മനിയല്ലാത്ത മദിയ് വികാരം, ചിലപ്പം ഭാര്യയോടെന്ന് മാത്രമല്ല, ഒരു അന്യ സ്ത്രീയോട് ഇങ്ങനെ സംസാരിക്കുക, ഫോണിൽ കൂടെ കൊഞ്ചിക്കൊയ്യാണ്. പക്ഷെ അന്യ സ്ത്രീയോടാവുമ്പോ ഫോണിൽ കൂടെ കൊഞ്ചിക്കൊയ്യൽ ഹറാമാകും. അങ്ങനെയാണല്ലോ മസ്അല. ഒരു ഫോൺ വൈക്കൊരു പെണ്ണിനോട്, അന്യ പെണ്ണിനോട് സംസാരിക്കുമ്പോ ശാരീരികമായ ഒരു രസം സിദ്ധിക്കൽ വരുമെങ്കിൽ ആ സംസാരം ഹറാമാണ്. പക്ഷെ അപ്പോഴും സംഗതി മദജലത്തിന് അന്യ പെണ്ണാണോ ഭാര്യയാണൊന്നും അറിയില്ല. മൂപ്പന് വരേണ്ട നേരത്ത് അത് വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഭാര്യന്മാരോടൊക്കെയും സംസാരിക്കുമ്പോ അത് സംഭവിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷെ അതിന്റെ പേരിൽ അത് കഴുകൽ നിർബന്ധം, അത് വസ്ത്രത്തിൽ. പിന്നെ ചിലർക്ക് അവരൊരു ഇഷ്കാല്, അത് തുല്യ ഒരല്പാണെങ്കിൽ ഉസ്താദെ കഴുകണം, അത് നജസ് എത്ര കുറഞ്ഞതാണെങ്കിലും. പിന്നെ ചിലർക്ക് വീണ്ടും അവരൊരു ഇഷ്കാല് വരുന്നുണ്ട്. അല്ല രക്തത്തിന്റെ മാതിരി കുറച്ചൊക്കെ ആണെങ്കിൽ അഫുണ്ട്, ഇല്ല കുറച്ചാണെങ്കിലും രക്തം കുറച്ചാണെങ്കിലും അഫുണ്ട്. പക്ഷെ മദജലം വളരെ കുറച്ചാണ്, ഒരു ചെറിയ നനവുള്ളൂ. പക്ഷേ അത് കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാണ്. ഞാൻ തമാശക്ക് പറഞ്ഞതല്ല. ഒരുപാട് സാധാരണക്കാരായ ഗൾഫുകാര് പലപ്പോഴായി ചോദിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ആയതുകൊണ്ട് ഞാൻ അതൊന്ന് അല്പം വിശദീകരിച്ചു എന്ന് മാത്രം. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ ശരീരത്തിൽ, പിന്നെ അവിടെ ഒന്നുകൂടി പറയണം, മദിയാകുമ്പോ വസ്ത്രം മനിയാണെന്ന് വെച്ചു, നമ്മുടെ വസ്ത്രത്തിൽ കണ്ടത് മനിയാണെന്ന് വെച്ചാൽ
അതിന് അപ്പൊ വസ്ത്രം കുലി നിർബന്ധാണ്, പക്ഷെ വസ്ത്രം കഴുകണോ? അവരൊരു മസല പഠിക്കേണ്ടതുണ്ട്. കാരണം വികാരമുള്ള സമയത്ത് ഇന്ദ്രിയം പുറപ്പെടുമ്പോൾ അതിന്റെ മുന്നോടിയായി മദജലം പുറപ്പെടും. ഈ മദജലത്തോട് കലർന്നിട്ടാണ് മനിയ് വരിക. അപ്പൊ മുതനജ്ജിസായിരിക്കും മനിയ്. അങ്ങനത്തെ മനിയ് വസ്ത്രത്തിലായാൽ അത് കഴുകൽ നിർബന്ധാണ്. ആ വസ്ത്രം എടുത്ത് നിസ്കരിക്കണമെങ്കിൽ. നേരെ മറിച്ച് വികാരമൊന്നുമില്ലാതെ ഉറക്കത്തിൽ ഒരാൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായി, വികാരമൊന്നും ഇല്ലാതെ, അപ്പൊ അവിടെ അതിന്റെ മുന്നോടിയായി മദജലം വരികയില്ല. അപ്പോൾ വരുന്ന മനിയ് ശുദ്ധമായ മനിയാണ്, താഹിർ ശുദ്ധിയായതാണ് മനിയ്, നജസുമായി കലരാത്തതാണ്. അത് വസ്ത്രത്തിലായാൽ അത് ആ വസ്ത്രം കൊണ്ട് നിസ്കരിക്കണമെങ്കിൽ അത് കഴുകൽ നിർബന്ധമില്ല. അപ്പൊ മനിയ് മുതനജ്ജിസാവുന്ന രൂപവുമുണ്ട്, നജസ്സുമായി കലരാത്ത രൂപവുമുണ്ട്. നജസ്സുമായി കലരുന്ന രൂപത്തിലുള്ള നജസ് എന്താവേണ്ടി വരും? മനിയായ വസ്ത്രം ശരീരം കഴുകൽ നജസായതുകൊണ്ട് കഴുകൽ നിർബന്ധമാണ്. മദജലവുമായി ബന്ധമില്ലാത്തതാണെങ്കിൽ അത് വസ്ത്രത്തിൽ ആയിച്ചിട്ട് കഴുകൽ നിർബന്ധവുമില്ല. ഏതായിരുന്നാലും നമ്മുടെ മനിയല്ലാത്ത ഒരു വസ്തു വസ്ത്രത്തിലായാൽ, മദജലം പോലത്തത് വസ്ത്രത്തിലായാൽ അത് കഴുകൽ നിർബന്ധമാണ്, കുലി നിർബന്ധമില്ല.